6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തലസ്ഥാനത്തെ 12 റോഡുകൾ സ്മാർട്ടായി. പേര് പോലെ തന്നെ കെട്ടിലും മട്ടിലും അടിമുടി സ്മാർട്ട്. കാണാം തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ വിശേഷങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കോർപ്പറേഷന്റെയും സഹകരണത്തോടെയാണ് തലസ്ഥാനത്തെ 12 പ്രധാന റോഡുകൾ സ്മാർട്ട് നിലവാരത്തിൽ പുനർനിർമ്മിച്ചത്. 80 കോടി കേന്ദ്രവും 80 കോടി സംസ്ഥാനവും 40 കോടി തിരുവനന്തപുരം കോർപ്പറേഷനും മുടക്കി. ആകെ 200 കോടിയുടെ പദ്ധതി. പേരിൽ മാത്രമല്ല, ലുക്കിലും വർക്കിലും തിരുവനന്തപുരത്തെ 12 റോഡുകൾ സ്മാർട്ടാണ്. നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്ന കേബിൾ കൂട്ടമോ വൈദ്യുത പോസ്റ്റുകളോ ഇനിയുണ്ടാവില്ല. വൈദ്യുതി ലൈൻ, ശുദ്ധജല പൈപ്പ്, കേബിൾ TV ഉൾപ്പെടെയുള്ള മറ്റ് ആശയവിനിമയ ലൈനുകൾ തുടങ്ങിയവ ഭൂമിക്കടിയിലെ ഡക്റ്റിലൂടെ മാത്രം. കാൽനടയാത്രക്കാർക്കായി വീതിയുള്ള നടപ്പാതകൾ. തറയോടുപാകി മനോഹരമാക്കിയ നടപ്പാതകൾ ഭിന്നശേഷി സൗഹൃദം കൂടിയാണ്. സൈക്കിൾ യാത്രികർക്കും പ്രത്യേക പരിഗണന നൽകി പച്ചനിറത്തിൽ അടയാളപ്പെടുത്തിയ ട്രാക്കുകൾ. വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും തെളിച്ചമുള്ള പ്രകാശം ലഭിക്കാനും LED സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വെള്ളക്കെട്ടുണ്ടാകാതെ മഴവെള്ളം ഒഴുകിപ്പോകാൻ പ്രത്യേക ഡ്രെയിനേജ് സംവിധാനവുമുണ്ട്. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കാഴ്ച മറയ്ക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സ്മാർട്ട് റോഡുകളിൽ ആന്റി ഗ്ലെയർ മീഡിയനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കിരിക്കാൻ ബെഞ്ചുകൾ, മാലിന്യം നിക്ഷേപിക്കാൻ വേസ്റ്റ് ബിൻ തുടങ്ങിയവ ആവശ്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കാതെ പാർക്ക് ചെയ്യാനുള്ള ഇടങ്ങളും ഒരുക്കി. പ്രധാന കേന്ദ്രങ്ങളിൽ ലാൻഡ്സ്കേപ്പിംഗ് നടത്തി സൗന്ദര്യവൽക്കരണം. പാളയം, അയ്യങ്കാളി ഹാൾ റോഡിൽ നൈറ്റ് ലൈഫ് ഹബ് എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. 12 പ്രധാന പാതകൾക്ക് പുറമെ നഗരത്തിലെ 25 റോഡുകൾ BM&BC നിലവാരത്തിൽ പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു. 2019 ആരംഭിച്ച ജോലികൾ വിവിധ കാരണങ്ങളാൽ വൈകി 6 വർഷത്തിന് ശേഷമാണ് പൂർത്തിയാക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് സിറ്റിയും കേരള റോഡ് ഫണ്ട് ബോർഡും ചേർന്നാണ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പുതിയ റോഡുകൾ ഉണ്ടാക്കിയാൽ 2 ദിവസം തികയും മുമ്പ് കുത്തിപ്പൊളിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പതിവ് കാഴ്ചയാണ്. പക്ഷേ ഈ സ്മാർട്ട് റോഡുകളിൽ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. സംസ്ഥാനം മുഴുവൻ സ്മാർട്ട് റോഡുകളായാൽ എത്ര സുന്ദരമായിരുന്നേനെ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ രാഹുലിനൊപ്പം VS അനന്തു, ദൂരദർശൻ ന്യൂസ്.